പേരൻസിനോട് നമ്മൾ ചോദിക്കും. കാരണം നമ്മുടെ ഹെൽത്ത് ഗൈഡൻസ് പേരൻസിൻ്റെ കൂടെ തനിയെ സംസാരിക്കുന്ന ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ നമ്മൾ പേരൻസിനോട് ചോദിക്കും, കാരണം മക്കളെ അക്കാഡമിക് എന്തെങ്കിലും പറയാമോ, നിങ്ങളുടെ മക്കളുടെ ഒരു പഠനത്തിൻ്റെ കാര്യങ്ങൾ. അവർ നന്നായിട്ട് പഠിക്കും, 90% മാർക്കൊക്കെ മേടിക്കുന്നതാണ്. ഈ പേരൻസിന്റെ വാത്സല്യത്തിന്റെ ഘടകം ഇങ്ങനെ മിക്സായി കഴിയുമ്പോൾ 50 എന്നുള്ളത് ചിലപ്പോൾ 80 അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേരൻസിനെ പതിയെ മാറ്റി വെച്ചിട്ട് കുട്ടിയെ തന്നെ വിളിക്കും. കുട്ടിയെ വിളിച്ചെത്തിയിട്ട് ഏത് സ്റ്റാൻഡേർഡിലാണോ പഠിക്കുന്നത് അവിടെ നിന്നുള്ള എല്ലാ സബ്ജക്റ്റിൽ നിന്നും ബേസ് ലെവലിലും മീഡിയം ലെവലിലും അഡ്വാൻസ് ലെവലിലുമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓംസ് ലോ എന്താണ്? ഡോപ്ലർ എഫക്റ്റ് എന്താണ്? സയൻസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇങ്ങനെ ചെറുപാട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്ന ഉത്തരങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഈ കുട്ടിയുടെ സബ്ജക്ട് നോളജ് എത്ര മാത്രമുണ്ട്. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു കുട്ടിയോട് ചോദിക്കണം. ആ കുട്ടി വെള്ളം ഒഴുകണമെന്ന് മറുപടി പറയാം. പക്ഷെ അത് ആ കുട്ടി ഇമാജിൻ ചെയ്ത് അതിന്റെ ഫ്ലോ വിഷ്വലൈസ് ചെയ്തിട്ടാണോ അത് പറയുന്നത് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ വയനാട് വെച്ചിരിക്കുന്നതായിരിക്കും. ആ പഠനത്തിന്റെ രീതിയിൽ വ്യത്യാസമുണ്ട്, സബ്ജക്ട് നോളജ് വ്യത്യാസമുണ്ട്. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ആ സബ്ജക്ട് നോളജ് കടന്നിട്ടുണ്ടാവില്ല. അത് കടക്കാത്തോളം കാലം ആ സബ്ജക്ട് കോറായി പഠിക്കേണ്ടി വരുന്ന ഒരു കരിയറും ആ കുട്ടിക്ക് വരില്ല. ഡോക്ടറാണെന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ കാണാപ്പാടം പഠിച്ചിട്ട് കൈകാട്ടിയത് പഠിച്ചത് 4 ആളുകളുണ്ട്. ഈ അതായത് ഇവിടെ വരെ ഇങ്ങോട്ട് പോകും വയനാട്ടിൽ. അത് വിഷ്വലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇയാൾ തന്നെ ഡോക്ടറാണ്. പറ്റോ? മാർക്കുണ്ട്, ബയോളജിയിൽ നല്ല മാർക്കുണ്ട്. ഇതാ പറയുന്നത് മാർക്ക് മാത്രം വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സബ്ജക്ട് നോളജ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ആരും ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാൻ നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് സ്വയമേവ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ ഡിഗ്രി ചെയ്യുന്നത്. ഇതിപ്പം കരിയർ എക്സ്പെർട്സ് ആയിട്ടുള്ള നമ്മുടെ അടുത്ത് തന്നെ നിങ്ങൾ വന്നാലും പെട്ടെന്ന് ഒരു സെഷനിൽ നിങ്ങൾ സംസാരിച്ച 1 മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് ഇമ്പോസിബിൾ ആണ്, ഒരു മനുഷ്യനും പറ്റില്ല. അല്ലെങ്കിൽ സയൻസ് ഒക്കെ ഇങ്ങനെ അത്രയും അഡ്വാൻസ് ആയിട്ട് നിങ്ങളിങ്ങനെ ഒരു മെഷീനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ സ്കില്ല് ഇവിടെ ആറ്റിറ്റ്യൂഡ് ഈ സാധനങ്ങളൊക്കെ വരുന്ന രീതിയിലാക്കി കഴിയുമ്പോഴും നമുക്കത് ചെയ്ത് പറ്റും. പക്ഷെ അതിന് കുറേ കുറഞ്ഞൊക്കെ കഴിയണം. ഇപ്പം നമുക്കത് പറ്റും. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ആകെപ്പാടുകൾ ടൂളൊക്കെ പറയുന്നത് ആ സാധനം എന്താണ്? കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ശരിയാണ്, ഇതിനോടൊരു പുച്ഛമാണ്. ഓ അതൊക്കെ എന്ത് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഗൂഗിളിൽ കിടക്കുന്ന ഇങ്ങനെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നെല്ലിക്കാക്കോട്ട മറിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ടെസ്റ്റുകൾ വരും. എല്ലാം ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. നിങ്ങളുടെ ഡേറ്റ കളക്ഷൻ മാത്രമാണ് അവരുടെ ലക്ഷ്യം. നല്ലൊരു കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരത് സെല് ചെയ്യുന്നത് ഒരു പൈസ ആയിരിക്കില്ലേ? അവർക്ക് മുതലാവണ്ടേ? അതുകൊണ്ടാണല്ലോ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പൈസ ഉണ്ട്. റിയൽ ആയിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത നിങ്ങളുടെ സ്കില്ലുകൾ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഓരോ സമയത്ത് ഓരോ തോന്നലാണ്. കാരണം എന്താണ്? യു ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ യുവർ സ്കിൽസ്, യുവർ ആപ്റ്റിറ്റ്യൂഡ്. അതിനുള്ള വഴിയാണ് ഈ സാധനം കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഞങ്ങൾ ഇതിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ടൂൾ തന്നെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കരിയർ എക്സ്പെർട്സ് ആണ്. ഞങ്ങൾക്ക് ഇന്ന് ഒരാളെ നോക്കിക്കഴിഞ്ഞാലൊന്നും അയാളുടെ കരിയർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അയാളുടെ സ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അയാളുടെ കരിയർ എക്സ്പെർട്ട് വിളിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ടൂൾ തന്നെയാണ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90-95% ആക്യുറസി നമുക്കതിൽ പ്രതീക്ഷിക്കാം. കാരണം കുട്ടി ഉത്തരം ഒരെണ്ണം അറിയാതെ തെറ്റിപ്പോയാലും അതിൽ റിഫ്ലക്റ്റ് ആവില്ല. കാരണം രണ്ടാമത് ചോദിച്ച ചോദ്യവും 14ാമത്തെ ചോദ്യവും 32ാമത്തെ ചോദ്യവും ഒരൊറ്റ സ്കില്ലിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ 3 എണ്ണവും അവൻ കറക്റ്റായിട്ട് തെറ്റിച്ചാൽ മാത്രമാണ് ആ സ്കില്ല് മാനിപ്പുലേറ്റഡ് ആവുള്ളൂ. അങ്ങനെയാണ് എന്റെ ബാക്കിൽ അൽഗോരിതം വർക്കാവും. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് 1000കണക്കിന് കുട്ടികളെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പ്രൂവ്ഡാണ്, വാലിഡാണ്. അതിന്റെ റിപ്പോർട്ടിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആവശ്യമാണ്. അതെടുത്ത് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റും. ആ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റുന്ന ഞങ്ങളെ പോലുള്ള ആളുകളാണ്, കരിയർ എക്സ്പെർട്സാണ്. കാരണം ഞങ്ങൾ ആ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് പ്രോസസ്സിൽ ആദ്യം വരുന്നത് കുട്ടിയല്ല, കുട്ടിയുടെ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ആദ്യം എടുപ്പിച്ചിട്ട് അതിന്റെ റിപ്പോർട്ടാണ്
വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുട്ടികൾ